ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ ബലിയിട്ടാലേ സേതുവേട്ടന്റെ ആത്മാവിന് പോലും സന്തോഷമാവും. പിന്നെ ബലിയിടുന്നത് ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആത്മാവിന്റെ പണി. ബലിയിടുന്ന കാര്യമൊക്കെ ഞാൻ സച്ചിനെ വിളിച്ച് പറഞ്ഞോളാം. എന്താ കാര്യം? എന്തെന്ന്? എന്താടാ നീ എന്തായി കാണിക്കുന്നത്? ആദ്യം ഈ വെള്ളം കുടിക്കുക. ആ കാറിൽ അർച്ചന. ഏത് കാറിൽ? ഇപ്പൊ ഒരു കാർ പോയില്ലേ, അതിൽ അർച്ചനയുണ്ട്. അയ്യോ, അടുത്ത അടി മേടിച്ചു തരാനായിട്ട് എവിടെ വിളിച്ചോണ്ട് പോവുകയാണ്. എന്റെ പൊന്ന് സച്ചി, ഇങ്ങനെ പെട്രോൾ കാശ് ചെലവാക്കി പോയി തല്ല് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് അർച്ചനയൊന്നും ആയിരിക്കില്ല. നീ ഒന്നും മിണ്ടായിരുന്നേ. ഞാൻ കണ്ടത് അർച്ചനെ തന്നെയാ. ഒരു ദിവസമെങ്കിലും തല്ല് കൊള്ളാതിരിക്കാൻ നീ സമ്മതിക്കില്ലല്ലോടാ. നിന്റോടെ നടന്നാലേ മര്യാദയ്ക്ക് എനിക്കൊരു കല്യാണം പോലും കഴിക്കാൻ പറ്റൂല. അതിനു മുമ്പ് നാട്ടുകാർ തല്ലി കൊല്ലും. നീ ആ കാർ അങ്ങോട്ട് പോകുന്നതെന്ന് നോക്ക് വിജിക്കുട്ടാ. ഒരു പെണ്ണുണ്ട്, അവൾ ഏത് വാക്കിന് പോയെന്ന് ദൈവത്തിനറിയാം. അച്ഛമ്മേ, കഴിക്കാൻ എന്താ ഉള്ളേ? നോക്ക് എന്താ വേണ്ടത്? ദോശയും കള്ളിയാണെങ്കിൽ കാസറോളിൽ ഇരിപ്പുണ്ട്. അതോ ചോറ് മതിയോ? എനിക്ക് ചോറും മീൻകറി മതി. ആ, അതെന്താ നിനക്ക് ദോശയും കടലയും കഴിച്ചാൽ ഇറങ്ങൂലേ? മീൻകറി ആവുന്നതേ ഉള്ളൂ. നീ എന്തിനാണ് ഇവളോട് ദേഷ്യപ്പെടുന്നത്? അവക്ക് ആവശ്യമുള്ളത് അവള് കഴിക്കട്ടെ. മോക്കച്ചമ്മ ഇപ്പൊ ചോറും മീൻകറി തരാം കേട്ടോ. അമ്മയായി പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്ന കേട്ടോ. അവൾ എന്ത് പറഞ്ഞാലും അമ്മ അതനുസരിച്ച് തുള്ളിക്കോളും. അതിന് അമ്മയോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോഴേക്കും ചാടി കഴിക്കാൻ വരില്ലേ? അച്ഛമ്മേ, ഈ അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ല. എന്റെ അച്ഛമ്മയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി തരും. അല്ല അച്ഛമ്മേ? പിന്നല്ലാതെ. എന്തൊരു സുഖപ്പീര അത്. കേൾക്കുമ്പോഴേക്കും കൊഞ്ചിക്കാൻ ഒരു അച്ഛമ്മ. നീ ഒന്ന് പോടി വേണേ. ഇവളെ എന്റെ ചക്കരമുത്ത അല്ലേ? മക്കൾ അവിടെ ചെന്ന പ്ലേറ്റിങ് എടുത്ത് അച്ഛമ്മ വിളമ്പത്തര ചെല്ല്. കൊണ്ടു. കഴിക്ക്.
നാളെ ശ്രാദ്ധത്തിന് എന്തൊക്കെയോ പരിപാടികള്? പായസം വെക്കുന്നുണ്ടോ? പിന്നെ വെക്കാതെ ചടങ്ങുകളെല്ലാം വേണ്ടതുപോലെ തന്നെ ചെയ്യണം. കർമ്മം ചെയ്യാനുള്ള ആളിനോട് രാവിലെ വരാൻ അനുപേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? സാധനങ്ങളൊക്കെ അനുപേട്ടൻ വരുമ്പോ കൊണ്ടുവരും. ആ. നീ സച്ചിയെ വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചില്ല. അനുപേട്ടനോട് ചോദിച്ചിട്ട് വിളിക്കാന്ന് വെച്ചു. ആ? അതിനെന്തിനാ അവനോട് ചോദിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ സച്ചിയെ വിളിക്കാൻ വേണ്ടി. എന്റെ അമ്മേ, പുറമേക്കൊന്നും പറയാറില്ലെങ്കിലും അനുപേട്ടന് സച്ചിയോടുള്ള ഇഷ്ടക്കേട് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? ഛെ, നീ എന്താടി ഈ പറയുന്നത്? ഇഷ്ടക്കേടൊക്കെ കാണിക്കുന്നത് ശ്രാദ്ധം നടക്കേണ്ട ഈ സമയത്താണോ? സേതുവേട്ടന്റെ മകനാണ് സച്ചി. ബലിയിടേണ്ടത് അവനല്ലേ? സന്ദീപ് ബലിയിട്ടാലും പോരെ, അവനും ആ അച്ഛന്റെ മോൻ തന്നെയല്ലേ? എന്താടി ഇത്? ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. സന്ദീപ് അങ്കിളല്ല, സച്ചി അങ്കിളാ ബലിയിടേണ്ടത്. ആ കേട്ടോ, കൊച്ചാണെങ്കിൽ അവക്ക് വിവരമുണ്ട്. നിനക്ക് അതുപോലെ ഇല്ലല്ലോ എന്റെ മീരെ. എടി, ആചാരം അനുസരിച്ച് ബലിയിടേണ്ടത് മൂത്ത മകനാ. നന്ദന ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് പിന്നുള്ളത് സച്ചിയാ. സ്വന്തം അച്ഛൻ അവൻ ബലിയിടുന്നതിന് അനൂപ് ഒരു ഇഷ്ടക്കേടും കാണിക്കത്തില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞിനി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. മീരടുതി പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ബലിയിടുന്നതിൽ നിന്ന് സച്ചിയേട്ടനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. അയ്യോ, അതിനെ മാറ്റി നിർത്തണോന്ന് ഞാൻ പറഞ്ഞു. അനൂപേട്ടനോട് വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാന്? ആരും ഒന്നും സംസാരിക്കണ്ട. സച്ചി തന്നെ ബലിയിടണം. അതാ അതിന്റെ ചടങ്ങ്. അവൻ ബലിയിട്ടാലേ സേതുവേട്ടന്റെ ആത്മാവിന് പോലും സന്തോഷമാവും. പിന്നെ ബലിയിടുന്നത് ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആത്മാവിന്റെ പണി. ബലിയിടുന്ന കാര്യമൊക്കെ ഞാൻ സച്ചിയോട് വിളിച്ച് പറഞ്ഞോളാം. എടാ, ഇവള് വല്ല പൊട്ടത്തരം പറയുന്ന കേട്ട് മോൻ വിഷമിക്കണ്ട. ഇവളുടെ സ്വഭാവം മോൻ അറിയാവുന്നതല്ലേ? അച്ചുമോൾ ഇറങ്ങിപ്പോയി സങ്കടം സഹിക്കാനാവാതെ ചങ്കുപൊട്ടി മരിച്ചതാ സേതുവേട്ട്. അന്നു മുതൽ ഇന്ന് വരെ സച്ചി അവളെയും കുഞ്ഞിനെയും തേടി എവിടെയെല്ലാം അലഞ്ഞു. ഈ ആണ്ടിലെങ്കിലും അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ദേവി, എന്റെ മോളെയും കുഞ്ഞിനെ എനിക്കിങ്ങ് തിരിച്ചു കൊണ്ട് തന്നേക്കണേ.